വെളുപ്പിന് കൃത്യം 6 മണിക്ക് തന്നെ RNE 995 നമ്പർ ബസ് സ്റ്റാൻഡ് പിടിച്ചിട്ടുണ്ടായിരുന്നു. ബുക്ക് ചെയ്തപ്പോൾ തന്നെ സൈഡ് സീറ്റ് വേണമെന്ന് ഞാൻ നിർബന്ധം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സൈഡ് സീറ്റ് തന്നെ കിട്ടി. അങ്ങനെ യാത്ര ആരംഭിച്ചു. ഇപ്പോൾ നമ്മൾ അട്ടപ്പാടി ചുരം ഒരു 20 കിലോമീറ്റർ കയറി കഴിഞ്ഞാൽ മുക്കാലിയിൽ എത്തിച്ചേരും. അവിടെ ഒരു ഫോറസ്റ്റ് ഓഫീസ് ഉണ്ട്. അവിടെ നിന്ന് ജീപ്പിലൂടെയാണ് നിങ്ങളെ സൈലന്റ് വാലി കാണിക്കാൻ കൊണ്ടുപോകുന്നത്. 23 കിലോമീറ്റർ ഉണ്ട് സൈലന്റ് വാലിയിൽ എത്തിച്ചേരാനായിട്ട്. 23 കിലോമീറ്റർ ഇങ്ങോട്ടും ഉണ്ട്. പാലക്കാട് ജില്ലയുടെ വടക്ക് കിഴക്കൻ മൂലയിലാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം. 1984 സൈലന്റ് വാലിയെ കേന്ദ്ര സർക്കാർ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത്. അതുവരെ സൈരന്ധ്രി വനം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇതൊരു വ്യൂ പോയിന്റ് ആണ്. ഫോട്ടോ എടുക്കുന്നതിനായി നിർത്തിയതാണ്. എല്ലാവരും സെൽഫി എടുക്കുന്നതിൻ്റെയും വീഡിയോ എടുക്കുന്നതിൻ്റെയും തിരക്കിലാണ്. വളരെ മനോഹരമായ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അട്ടപ്പാടി ചുരത്തിലേക്കുള്ള ഹെയർ പിൻ വളവുകളാണ് ഇത്. ധാരാളം കുരങ്ങന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെ കളികൾ കാണാൻ നല്ല രസമായിരുന്നു. ചെറിയൊരു തണുപ്പും മഞ്ഞുമൊക്കെയുള്ള പുറത്തെ കാഴ്ചയിൽ നിന്നും ഞങ്ങൾ തിരികെ വീണ്ടും വണ്ടിയിലേക്ക്. ഞങ്ങൾ മുക്കാലിയിലെത്തി. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ തിരക്കിലാണ്. പുട്ടും കടലയുമാണ് ഞങ്ങൾക്കായി ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. മുക്കാലി ഫോറസ്റ്റ് ഇൻഫർമേഷൻ ഓഫീസാണിത്. ഇവിടെ നിന്നാണ് സൈലന്റ് വാലിയിലേക്കുള്ള ജീപ്പുകൾ പുറപ്പെടുന്നത്. അതിന് മുന്നോടിയായി നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. ഇന്ത്യക്കാർക്ക് 600 രൂപയും വിദേശികൾക്ക് 932 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് 500 രൂപയാണ് ടിക്കറ്റ്. സ്റ്റിൽ ക്യാമറ ഉപയോഗിക്കണമെങ്കിൽ 45 രൂപയും വീഡിയോ ക്യാമറയ്ക്ക് 336 രൂപയുമാണ് ഈടാക്കുന്നത്. ഭവാനിപ്പുഴ ആവാസ വ്യവസ്ഥയിലെ മത്സ്യങ്ങളെ ഇവിടെ അക്വേറിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 6 പേരടങ്ങുന്ന ടീമാണ് ഒരു ജീപ്പിൽ സഞ്ചരിക്കേണ്ടത്. എല്ലാവരും അവരവരുടെ ജീപ്പിനടുത്തേക്ക് നീങ്ങി. ഇത് വേര് പോലെ മോഡിഫൈ ചെയ്ത് മനോഹരമാക്കിയെടുത്ത ഒരു കിണറാണ്. ഞങ്ങൾ യാത്ര തിരിച്ചു. സജി എന്നാണ് ഡ്രൈവറായ ഞങ്ങളുടെ ഗൈഡിൻ്റെ പേര്. കേരളത്തിൻ്റെ കിഴക്കൻ പ്രദേശങ്ങളിലെ കന്യാവനങ്ങളിലൊന്നായ പാഞ്ചാലിയുടെ പേരിൽ അറിയപ്പെട്ടിരുന്ന സൈരന്ധ്രി വനത്തിനുള്ളിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ്. ഇരുളര്, മുരളർ, കൊടുമ്പര്, 3 വിഭാഗം ആൾക്കാരാണ്. ഇരുളര്, മുടുകര്, കൊടുമ്പര്. ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസത്തോട് താല്പര്യം കൂടുന്ന ആൾക്കാരാണ് ഈ ഇരുളന്മാർ. നല്ല രസികനും സരസനുമാണ് ഞങ്ങളുടെ ഡ്രൈവറായ സജി ചേട്ടൻ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങളെക്കൊണ്ട് ആവർത്തിച്ച് പറയിപ്പിക്കുന്നുണ്ട്. ഇതൊരു അയൺ ട്രീ ആണ്. കൂടെ സിംഹവാലൻ കുരങ്ങിൻ്റെ ഇഷ്ടഭക്ഷണമായ വെടിച്ചക്ക ഉണ്ടാവുന്ന വെടിപ്ലാവുമുണ്ട്. ഈ വെടിപ്ലാവിൻ്റെ വംശനാശം ഞങ്ങൾ വാഷ്റൂമിൽ പോകാനായിട്ട് കാട്ടിനുള്ളിൽ തന്നെയുള്ള ഒരു ഗസ്റ്റ് ഹൗസിൻ്റെ അടുത്ത് നിർത്തിയതാണ്. അതിൻ്റെ അടുത്തുകൂടി മനോഹരമായ ഒരു അരുവി ഒഴുകുന്നുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ അടുത്തേക്ക് പോയി ക്യാമറയിൽ ഒന്ന് പകർത്തി. തിരികെ വണ്ടിയിൽ കയറുമ്പോൾ ആദ്യത്തെ അട്ടയുടെ കടി എനിക്കാണ് കിട്ടിയത്. ഞങ്ങളുടെ ഡ്രൈവർ പറയുന്നുണ്ടായിരുന്നു തമാശയായിട്ട്, നല്ല മനസ്സുള്ളവരുടെയും നല്ല രക്തമുള്ളവരുടെയും രക്തമാണ് അട്ട കടിക്കുക എന്ന്. തമാശയാണെങ്കിലും കേട്ടപ്പോൾ ഒരു സുഖം തോന്നി. അവിടെ നിന്നും സഞ്ചരിച്ച് വരുന്ന വഴി നല്ലൊരു വെള്ളച്ചാട്ടത്തിൻ്റെ മുൻപിൽ ഞങ്ങളെത്തി. എല്ലാവരും ആ വെള്ളത്തിലിറങ്ങി ഒന്ന് എൻജോയ് ചെയ്തു. നല്ല തണുത്ത മനോഹരമായ വെള്ളവും വെള്ളച്ചാട്ടവും. ഇവിടെ നിങ്ങോട്ടാണ് 148 സ്ക്വയർ കിലോമീറ്റർ. ഇവിടെ അങ്ങോട്ടാണ് 89.52 ഇവിടെ അങ്ങോട്ടാണ്. അങ്ങനെ ഞങ്ങൾ സൈലന്റ് വാലിയുടെ പ്രവേശന കവാടത്തിലേക്ക് എത്തി. ഇനി ഞങ്ങൾ കോർ സോണിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. So finally we reached the end point, that is the watchtower.
ഇത് വാച്ച് ടവറാണ്. ഒരു 100 മീറ്റർ ഹൈറ്റുള്ള ഒരു വാച്ച് ടവറാണ്. ഇതിൻ്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മനോഹരമായ വനത്തിൻ്റെ ദൃശ്യം കാണാനായിട്ട് പറ്റും. അങ്ങനെ എല്ലാവരും അതിൻ്റെ അടുത്തേക്ക് പോയി. 12 പേർക്ക് മാത്രമേ ഒരേ സമയം കയറാൻ പാടുള്ളൂ. അവിടേക്ക് പോകാനായിട്ട് ഞങ്ങൾക്ക് ഒരു 2 കിലോമീറ്റർ നടക്കേണ്ടതായിട്ടുണ്ട് വനത്തിലൂടെ. അത് താഴേക്കാണ് ഇറങ്ങേണ്ടത്. അപ്പോൾ ഞങ്ങൾ ആദ്യം ഒരു ചായ കുടിച്ചതിന് ശേഷമാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ചായ കുടിക്കാനായിട്ട് ഇപ്പോൾ താഴോട്ട് ഇറങ്ങി പോവാണ്. ചായയും സ്നാക്സായിട്ട് ഇലയടയുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങി കുന്തിപ്പുഴ ലക്ഷ്യമാക്കി ഞങ്ങൾ നടന്നു നീങ്ങി. നന്നായി നടക്കാൻ കഴിവുള്ളവരും കാടിനെ പ്രണയിക്കുന്നവരും മാത്രമേ സൈലൻറ്റ് വാലിയിലേക്ക് വരാൻ പാടുള്ളൂ. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം സൈലൻറ്റ് വാലി ഒരു ബോറിംഗ് ആയിട്ടുള്ള ട്രിപ്പായിരിക്കും. ട്രെക്കിംഗ് ഇഷ്ടപ്പെടുന്ന, വനം ഇഷ്ടപ്പെടുന്ന, പുഴകളെ ഇഷ്ടപ്പെടുന്ന, മരങ്ങളെ ഇഷ്ടപ്പെടുന്ന, നടക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും സൈലൻറ്റ് വാലിയിൽ തീർച്ചയായിട്ടും വരണം. അങ്ങനെ നടന്ന് ഞങ്ങൾ കുന്തിപ്പുഴയുടെ അരികിലെത്തി. എത്ര മനോഹരിയായിട്ടാണ് പാറകളിൽ അലതല്ലി 2 മലകൾക്കിടയിലൂടെ ഈ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്താണ് പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതി ഒരിക്കൽ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ പരിസ്ഥിതി പ്രവർത്തകരായ സുഗതകുമാരിയെപ്പോലെയുള്ള ആളുകളുടെയും സംഘടനകളുടെയും നിശിതമായ വിമർശനത്തിനും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ ആ പദ്ധതി സർക്കാരിന് ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയെക്കാളും വലിയൊരു കാച്ച്മെൻ്റ് ഏരിയ ആയിരുന്നു അവിടെ ഉണ്ടാകേണ്ടിയിരുന്നത്. എത്രമാത്രം വനമായിരുന്നു നശിക്കേണ്ടിയിരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ അവിടെ ഒരു തൂക്കുപാലം നിർമ്മിക്കാനായിട്ട് പദ്ധതിയുണ്ട്. തിരികെ ഞങ്ങൾ ജീപ്പിൽ മലയിറങ്ങി മുക്കാലിയിലെത്തി. അവിടെ ഒരു സുവനീർ ഷോപ്പ് ഫോറസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ സുവനീർ ഷോപ്പിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസ് ആയിട്ടുള്ള തേന്, അതേപോലെ തന്നെ കൽക്കണ്ടം, പിന്നെ പുളി, ഏലം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളവർക്കത് വാങ്ങിക്കാം. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് പോയി. ഇതായിരുന്നു ഞങ്ങളുടെ ലഞ്ച്. പപ്പടം, ക്യാബേജ് തോരൻ, ഒരു കൂട്ടുകറി, സാമ്പാർ അടങ്ങിയിട്ടുള്ള ലഞ്ചായിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞു. ഇന്നത്തെ ഞങ്ങളുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനാണ് കാഞ്ഞിരപ്പുഴ ഡാമും ഗാർഡനും. അത് കണ്ടിട്ട് തിരികെ പോവാണ്. അപ്പോൾ നമുക്ക് ഡാമിൻ്റെ വിശേഷങ്ങൾ കാണാം.
തഴി കുന്തിപ്പുഴയുടെ പോഷക നദിയായ കാഞ്ഞിരപ്പുഴയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു തടയണയാണ് കാഞ്ഞിരപ്പുഴ ഡാം. ഇത് പാലക്കാട്, ഒറ്റപ്പാലം, മണ്ണാർക്കാട് താലൂക്കുകൾക്ക് ജലസേചനം ചെയ്യുന്നതിനായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഞാനിങ്ങനെ ഡാമിൻ്റെ മുകളിൽ കൂടെ നടക്കുകയാണ്. നമ്മുടെ പോത്തുണ്ടി ഡാമിൻ്റെ അതേ ഒരു സ്ട്രക്ചർ തന്നെയാണ് ഈ കാഞ്ഞിരപ്പുഴ ഡാമിനുള്ളത്. നല്ല ലെങ്തി ആയിട്ടാണ്. നല്ല വെയിലുണ്ട്, അത് കാരണം ഇച്ചിരി ബുദ്ധിമുട്ടാണ്. താഴെ ഒരു ചെറിയ ഗാർഡനും കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഒരു പാർക്കും ഒക്കെ ഉണ്ട്. ചെറിയ കുട്ടികളൊക്കെ വന്നാൽ കളിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണത്. ഭംഗിയുണ്ട്, നല്ല ഡാമാണ്. ഇപ്പോൾ ഇവിടെ ഒരു ഷട്ടറോ മറ്റോ തുറന്നു വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. വെള്ളം താഴോട്ട് ഒഴുകുന്നുണ്ട്. ഇത് ഡാമിൻ്റെ ഒരു ഷട്ടറാണ്, താഴ്ത്തി വെച്ചിരിക്കുകയാണ്. മൊത്തത്തിൽ ഈ ഡാമിന് 1, 2, 3 ഷട്ടേഴ്സാണെന്നാണ് തോന്നുന്നത്. അതിലൊരു ചെറിയ ഷട്ടറാണിപ്പോൾ തുറന്നു വെച്ചിട്ട് വെള്ളം താഴേക്ക് വിടുന്നത്. ഇവിടെ പ്രാവൊക്കെ ഇങ്ങനെ ഇതിൻ്റെ അടിയിൽ കൂട് കൂട്ടിയിട്ടുണ്ട്. ഈ സ്ട്രിങ്ങിലാണ് ഈ ഷട്ടർ. മുകളിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, കപ്പി കണ്ടോ? ഈ കപ്പിയിലാണ് ഈ ഷട്ടർ ഉറപ്പിച്ചിരിക്കുന്നത്. അത് മുകളിലോട്ട് വലിച്ച് കയറ്റുമ്പോഴത്തേക്കും ഈ ഷട്ടർ പൊങ്ങുകയും വെള്ളം ഒഴുകി പോവുകയാണ് ചെയ്യുന്നത്. ഇത് ചെറുതായിട്ടൊന്ന് തുറന്ന് വെച്ചിട്ടുണ്ട്. ഈ ഷട്ടർ നിങ്ങൾക്ക് കാണാം, വെള്ളം ചെറുതായിട്ട് പോകുന്നുണ്ട്. നല്ലൊരു ക്യാച്ച്മെൻറ്റ് ഏരിയ ആണ് ഈ ഡാമിൻ്റെ. നല്ല ഭംഗിയുണ്ട് കാണാൻ. മലകൾ ഇങ്ങനെ നീല കളറിൽ, നീല മലകൾ. പ്രാവുകൾ ഇങ്ങനെ അടിപിടി കൂടുന്നുണ്ടോ? അതിൻ്റെ ഉള്ളിൽ കൂട് കൂട്ടി അതിൻ്റെ ഉള്ളിൽ താമസിക്കുകയാണ് അവർ. ആ ഷട്ടറിൽ നിന്നും വരുന്ന വെള്ളം ഇതിൽ കുറച്ചിങ്ങനെ ഒഴുകുന്നുണ്ട്. അതുകൂടാതെ ഇപ്പുറത്ത് കൂടെ ഒരു ടണൽ വഴി കുറച്ച് അധികം വെള്ളം താഴേക്ക് ഒഴുക്കി വിടുന്നുണ്ട്. ഇതൊരു മെയിൻ ഒരു ഷട്ടറിൻ്റെ സംവിധാനമാണ് ഇവിടെയും കാണുന്നത്. ഇതുവഴിയാണ് വെള്ളം താഴേക്ക് ഒഴുക്കി വിടുന്നത്. നമുക്ക് കാണാൻ പറ്റില്ല, അത് അണ്ടർഗ്രൗണ്ടാണ്. ഇത് ഡാമിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള, ഡാമിൻ്റെ ഉള്ളിലെ ഷട്ടറും അങ്ങനത്തെ കാര്യങ്ങളോ ജനറേറ്ററോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാനുള്ള ഒരു വഴിയാണ് ഇത്. താഴേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി പോകാം. കുറച്ചങ്ങോട്ട് വഴി ഉണ്ട്. വെള്ളം ഇങ്ങനെ ലീക്കാവുന്നുണ്ട് ഈ ഡാമിൽ. ഈ ഡാമിൻ്റെ താഴെയായിട്ടൊരു ചെറിയ ബേബി ഡാം നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബേബി ഡാമിലെ വെള്ളത്തിൻ്റെ ഉള്ളിൽ ഒട്ടവഞ്ചി സവാരിയും ബോട്ട് സർവീസും ലഭ്യമാണ്. ഒരു ചെറിയ ഗാർഡനാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഏതോ ഒരു നല്ല എഞ്ചിനീയർ ഡിസൈൻ ചെയ്തിട്ടുള്ള ഇവിടെ മുൻപ് ഒരു മ്യൂസിക്കൽ ഫൗണ്ടനും ലൈറ്റ് ഷോയും നിലനിന്നിരുന്നതായി തോന്നുന്നു. കുറച്ചു സമയം അവിടെ വിശ്രമിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി. ബ്രേക്ക്ഫാസ്റ്റും സ്നാക്സും ലഞ്ചും ഉൾപ്പെടെ 1250 രൂപയാണ് KSRTC ഈ പാക്കേജിൽ ഈടാക്കിയത്. ഇവിടെയും ഒരു സുവനീർ ഷോപ്പ് അവൈലബിൾ ആണ്. അവിടെയും ട്രഡീഷണൽ ഐറ്റംസ് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും. അങ്ങനെ സന്തോഷപ്രദമായ ഒരു ഉല്ലാസയാത്ര അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്